ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. എല്ലാവരും കമൻറ്റ് ചെയ്തു ഡേ ഇൻ ലൈഫ് വേണം, ഡേ ഇൻ മൈ ലൈഫ് വേണമെന്ന്. സോ നമുക്ക് ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. ഇനി നമുക്ക് പോയി ബ്രഷ് ചെയ്യാം. ബ്രഷ് ചെയ്യുമ്പോൾ കഴിച്ചാൻ പള്ളി വെച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അവിടെ ഒരാളെ മതിലൊക്കെ ചാടി വന്നു കാണിക്കാറാണ്. എന്താണ് അതുകൊണ്ട് പൂച്ച എൻ്റെ അടുത്ത് വരച്ചില്ല. അവിടെ ഒരാൾ അതിൻ്റെ അവിടെ കിടക്കുന്നുണ്ട്. ഒരാൾ പോകുന്നു ഉണ്ടോ കഴിയണം. മോഹം കഴിഞ്ഞു. ചുമ്മാ കഴിയുകയല്ല, ഇവിടെ സാധനം എടുക്കണം. നമ്മൾ കഴിയാൻ പോകുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന കാറിൻ്റെ ആണ്. അങ്ങനെ മുഖം കഴിക്കുകയൊക്കെ ചെയ്യാം. ഇന്ന് നമുക്ക് പോയി കാപ്പി. നമ്മുടെ കിച്ചൺ ഡ്യൂട്ടിയിലാണ് വെച്ച്. ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. വീഡിയോ മൊത്തം എടുക്കണം. കാപ്പി കുടിക്കാം. എൻ്റെ സ്വന്തം കപ്പാണ്. ഇവിടെ നൂറ് മാസത്തെ വീഡിയോ നടക്കാണ്. നമുക്ക് എവിടെ ഇരിക്കാം. നമുക്ക് പോയി കഴിക്കാം. കടലക്കറിയില്ലേ, നമ്മൾ ഫുഡ് കഴിക്കണം. ചൂടാക്കണം. കണ്ടോ നല്ല തണുത്ത് കാറ്റ് പോകുന്ന കണ്ടു. വലിയ തണുപ്പ്. നമുക്കിവിടെ ഉണ്ട് കുറച്ച് പൂച്ചസർസ്. പൂച്ചസറാണ്, പൂച്ചവണ്ടികളാണ്. ഇവിടെയും കിടപ്പുണ്ട്. മൊത്തം 6 പൂച്ചയുണ്ട് ഇവിടെ. 6 പൂച്ച. മീൻ വെട്ടി അങ്ങോട്ട് ഇടാറാകുമ്പോൾ കാണാൻ എല്ലാം കൂടെ ഓടി വരും. ഇത് കയറി വരും. ഇന്നലെ ഒരു പൂച്ച ഇവിടെ വന്നിരിക്കുമായിരുന്നു. പിന്നെ അതിനെ ഓടിച്ചു. നമ്മൾ ഇവിടെയാണ് പരമാവധി കറികളൊക്കെ വെക്കുന്നത്. ഇപ്പോഴത്തെ ചൂടായ സാഹചര്യത്തിൽ നമ്മൾ ടേബിൾ ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൊന്നാണ്. നമ്മൾ സിപ്പപ്പിൻ്റെ കവർ ചെയ്യുന്നത് എന്തിനാന്നുള്ളത് പിന്നീട് ഒരു ദിവസം വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തേങ്ങ കഴിക്കാൻ എടുത്തിട്ട് കാണിക്കാം.
ചുമ്മാ കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊരു ഷേക്ക് കുടിക്കാൻ നമുക്ക് ഷേക്ക് കുടിക്കാം. ഇത് കഴിഞ്ഞു ഇനി അടുത്ത പരിപാടിക്ക് മിക്കവാറും അടുത്ത പരിപാടി. അപ്പോൾ നമുക്ക് നമ്മുടെ റൂം മേക്ക് ഓവറല്ല എൻ്റെ ബെഡ് സൈഡ് ഫസ്റ്റ് ആദ്യം തന്നെ ഈ ടൈം ടേബിൾ എനിക്ക് ചെയ്ത് കളയുന്നു. കാരണം ഇത് ആക്ച്വലി ടൈം ടേബിളാണ്. ഞാൻ ഇനി 9 എൻ്റെ പരീക്ഷയുടെ മാർക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. മാർക്ക് അറിയാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് കമൻറ്റ് വീഡിയോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ക്യാമറയുടെ സൈഡൊന്ന് ചെറുതായിട്ട് അവിടുന്ന് ഇങ്ങോട്ടാക്കി. ഞാൻ ക്യാമറയിൽ ഇവിടെ ഈ ലെൻസിൽ തന്നെ നോക്കിയാൽ നിങ്ങളെ നോക്കുന്ന പോലെ നിൽക്കുന്നു. ഞാൻ എൻ്റെ നേരെ നോക്കുമ്പോൾ എവിടെയോ നോക്കുന്ന പോലെ. സോ ഞാൻ നേരെ നോക്കിയപ്പോൾ ക്യാമറയിൽ തന്നെ നോക്കണമല്ലോ. അപ്പോൾ ആദ്യം ഞാൻ മുടി കെട്ടാൻ പോവാണ് ഗൈസ്. മുടി ഇങ്ങനെ ഇരുന്നിട്ട് ഒരു മേരി എടുക്കുന്നു. ഇങ്ങനെ ക്ലിപ്പ് വെച്ചിങ്ങനെ മുന്നിൽ കുത്തി നമ്മൾ മുടി ഇതാ ക്ലിപ്പ് വെച്ചിട്ട് കുത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്റ്റൈൽ. പിന്നെ ഈ ഫാൻ ഇരിക്കുന്ന ഭയങ്കര പേരാണ്. ഇത് ഓഫ് ചെയ്തിട്ട് ഈ കട്ടിലെല്ലാം എന്തും ചെയ്യത്തുള്ളൂ. ബിക്കോസ് കട്ടിലാവട്ടെ മേശയിലാവട്ടെ എന്തെങ്കിലും ഈ കട്ടൻ അങ്ങോട്ട് നീക്കിയിടാനായിട്ട് എണീക്കുമ്പോൾ ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ട് എണീക്കാറുള്ളൂ. കാരണം ഞാൻ ഒരു വലിയൊരു പണി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ കയ്യിൽ നല്ലൊരു പണി ഇല്ല കണ്ടോ. നിങ്ങൾക്ക് കാണാതെ ക്ലിയർ ആകില്ല എന്നൊക്കെയല്ല, നല്ലൊരു മുഖമുണ്ടായിരുന്നു. ഒരു നേരം വാങ്ങാൻ പറഞ്ഞായിരുന്നു. ഒന്നുമില്ല. ഫാൻ ഇട്ടിട്ട് ഞാൻ ഈ ഫോൺ വെച്ചേക്കുന്ന എൻ്റെ ഒരു മേശയിലാണ്. ആ ഇരിക്കുന്ന ബോക്സിൻ്റെ അടിയിൽ ഒരു പാ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കുന്ന ഇപ്പം ആ പാ അതാണ് ഇവിടെ താഴെ ഇട്ടേക്കുക. ഒത്തിരി നാളായി ഗൈസ്, ഏകദേശം 1 മാസം ഒക്കെ ആവാറായി. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ പാ എടുക്കാൻ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഈ ബോക്സ് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് പാ ഇങ്ങനെ പൊക്കിയിട്ട് ബാക്കിലോട്ട് വലിച്ച സമയത്ത് ഈ ഫാൻ അവിടെ നിൽക്കുമല്ലേ, ഈ ഫാനെ ചെന്ന് കൈ അങ്ങ് തട്ടി. ഞാൻ കൈയാണോ തട്ടിയതോ വായാണോ തട്ടിയില്ല സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടില്ല. ഞാൻ വിചാരിച്ചു അയ്യോ പാ തട്ടി, പാ മിക്കവാറും ഇപ്പോൾ കീറി കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നായപ്പോൾ ഞാൻ ചോര എടുക്കുകയാണ് കഴിച്ചത്. നോക്കുമ്പോൾ എന്തോ ഒരു സാധനം ഇങ്ങനെ തെള്ളി നിൽക്കൊണ്ട് വരുന്നില്ല. എന്താണെനിക്ക് എന്നാലും ഒരു പിടിയില്ല. പിന്നെ ഞാൻ പോയി കൈയൊക്കെ കഴുകിയത്. അപ്പോൾ അമ്മച്ചിക്ക് മനസ്സിലായി എന്തോ പണി പറ്റിയിട്ടുണ്ട്. സോ അങ്ങ് ആശുപത്രി പോകാമെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഡോക്ടർ പറയുന്നത് സ്റ്റിച്ച് ഇടാനായിരുന്നു പറഞ്ഞു. സ്റ്റിച്ച് ഇടാൻ കൊണ്ടുപോയി ഡോക്ടർ അങ്ങോട്ട് പിടിച്ച് നോക്കിയപ്പോൾ ചോരയെല്ലാം ചീറ്റിയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് കാണാനുണ്ടായിരുന്നു അവിടെ ആ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഞാൻ കിടന്നൊരു ബെഡ്, അതൊരു പ്രത്യേക റൂമാണ്. ആ ഒരു ബെഡിൻ്റെ സൈഡിലായിട്ട് നിറച്ചും ചോരയായിരുന്നു, ഒരുപാട് ചോരയുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ചോര ചീറ്റി. പിന്നെ പെട്ടെന്ന് തുണിയൊക്കെ 4 സ്റ്റിച്ച്. ഓക്കെ, 4 സ്റ്റിച്ച്. ഓ, സ്റ്റിച്ച് ഇട്ടപ്പോഴാണ് വേദന സഹിക്കാൻ വേദന. മുറിഞ്ഞപ്പോൾ ഒന്നും ഒരു വേദനയില്ല. പിന്നെ രാത്രി ആയപ്പോൾ എൻ്റെ അമ്മേ ആ ഒരു തരിപ്പം മരവിപ്പം അങ്ങോട്ട് മാറിയപ്പോൾ ഓ അൺറിയബിൾ.
സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് പാരസെറ്റമോളൊക്കെ തിന്നിട്ടാണ് ഞാൻ വേദനയൊക്കെ പറഞ്ഞത്. പിന്നെ ഒത്തിരി ബ്ലഡ് പോയതുകൊണ്ട് നമുക്ക് ബ്ലഡ് വീഴാനുള്ള ഗുളികയൊക്കെ തന്നു. സോ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ പല പല സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി കേൾക്കണമെങ്കിൽ ഞാൻ അത് ഒരു വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പം അതൊക്കെ ഉള്ളു. ഞാനിങ്ങനെ പല വ്യക്തികളെ ഒപ്പിക്കാറുണ്ട്. സോ അതിൻ്റെ ഒരു കൂട്ടത്തിൽ അതും കൂടെ വന്നതേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 2 ആഴ്ച പിടിച്ചു. 2 ആഴ്ച എടുത്തു പിന്നെ സീറ്റ് അയക്കാൻ. അത് ഇടത്തെ കൈ ആയത് എന്തോ ഭാഗ്യമാണ് കഴിച്ചു. വലത്തെ കൈ ആയത് എൻ്റെ എക്സാം പോയായിരുന്നു. എക്സാമിന് വെറും 2 ദിവസം മുമ്പ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കും, വെറും 2 days ആയിരിക്കും ആണ് സംഭവിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് സൂക്കേടായിരുന്നെന്ന്. ആ വലത്തെ കൈ എങ്ങാനും വെച്ചാൽ വലിക്കുന്നെങ്കിൽ പണി കിട്ടിയായിരുന്നു. എൻ്റെ കൂട്ടുകാരി ഇതേപോലെ കട്ടിലിരുന്ന് അവളെവിടെ നിന്ന് പഠിക്കും. ഞാൻ അവളോട് പറഞ്ഞടി അങ്ങോട്ട് നീങ്ങിയിരിക്കും, ഞാൻ ഇന്ന് എടുത്തോട്ടെന്ന് പറഞ്ഞ് മണ്ടക്ക് അവളിവിടെ ഇരിപ്പുണ്ട് കേസ്. ആ കൂട്ടുകാരി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ സ്റ്റിച്ചൊക്കെ അയച്ചു. പിന്നെ ഈ കൊലമായി ഇങ്ങനൊന്നും അല്ലായിരുന്നു. പിന്നെ അത് എന്തോ ഉണങ്ങി ഇതായതാ. ഈ കൈ അനക്കണമെന്ന് പറഞ്ഞു, കാരണം ഇവിടോട്ടുള്ള ഒരു നെൽമാണല്ലോ മുറിഞ്ഞത്. ഒന്ന് ഇങ്ങനെ വെക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അതൊന്ന് നേരെ കൈസ് കണ്ടില്ലേ. എൻ്റെ കൈ ഇപ്പോഴാണ് നേരത്തെ ഇങ്ങനെയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ വെച്ചാൽ ഇതിങ്ങനെ മടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ. ബാക്കിയെല്ലാം ഇത് മാത്രം ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പോഴാണത് നേരെ. അപ്പോൾ എന്തോ ഒരു സംഭവം എൻ്റെ നഖത്തിനും പറ്റി. എൻ്റെ നഖം ഇപ്പോൾ ഒരുമാതിരി ഇരിക്കുന്ന എന്ത് പറ്റിയാന്ന് എനിക്കറിയത്തില്ല. എൻ്റെ നഖം നിങ്ങൾക്ക് കാണില്ല, ഇഷ്ടമാണ്. ഞാൻ കടിച്ച് വെച്ചിട്ടാണ് എൻ്റെ നഖം ഇത്രയും ചെറുതാണ്. പിന്നെ ഞാൻ നഖം വളർത്തുന്നുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഇത്രയെങ്കിലും നഖം നിങ്ങൾ കാണുന്നത്. വളർത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ടിപ്പ് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, നമുക്ക് ഇതെല്ലാം വലിയ ചൂറ്റിയെടുക്കണം. ക്ലീനില്ല, ജസ്റ്റ് ഇതെല്ലാം അഴിച്ചു മാറ്റി. ആ ഫോട്ടോ അവിടെ ഇട്ടോടെ കളിക്കും. അതിന് പിന്നെ ഇളക്കി. പിന്നെ മീൻസ് എനിക്ക് ഇളക്കാൻ തോന്നുമ്പോൾ ഇത് ഇളക്കാം. അതെൻ്റെ അനിയൻ ഒപ്പിച്ച് വെച്ചു. മൂന്നെണ്ണം ഉണ്ടായിരുന്നു. അതിൽ കുറച്ചങ്ങ് പോയി. ഇതൊന്നുള്ളതൊക്കെ റെഡിയാക്കണം. നമ്മുടെ പുതിയ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കണം. എൻ്റെ മേശയിൽ വേണ്ടിയിട്ട് നിങ്ങളെൻ്റെ അൺബോക്സിങ് ലൈഫ് സ്മാർട്ടിലെ ഓർഡർ അൺബോക്സിങ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ കളിക്കാൻ പോകുന്ന സാധനം ഫസ്റ്റ് വന്ന ഇതൊക്കെ ഷീറ്റ് വാഷിൻ്റെ ഇങ്ങനെ ഷീറ്റ് ഈ ഷീറ്റിൻ്റെ മുകളിൽ ഈ 2 സാധനം ഇങ്ങനെ വെച്ചിട്ട് ഒരു ഭാഗം ഞാൻ വെച്ചു. ഇങ്ങനത്തെ സാധനം കൊടുത്തില്ല. ഞാൻ പെൻസിൽ ആയിരുന്നു സാധനം കൊടുത്തു. ഇതിനകത്ത് ഞാൻ വെച്ചു. പിന്നെ ഒരു പവർ 6 ബോക്സ്. പിന്നെയാണ് ഞാൻ ഇതൊക്കെ നോക്കിയപ്പോൾ ഇത് ഈ സാധനം ഇത് നോക്കിയില്ല. ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ അതൊക്കെ ഇതതിൻ്റെ അടുത്ത് ഇങ്ങോട്ടും ഇപ്പം മര്യാദ സെറ്റാക്കാം. പിന്നെ പറഞ്ഞത് ഇത് ഇതൊക്കെ വെക്കാം. ഇതാണ് ഞങ്ങളൊരു പെൻസിൽ. നമ്മുടെ അത്യാവശ്യം നമ്മുടെ ടേബിളെല്ലാം നമ്മൾ വൃത്തിയാക്കി ബുക്ക് പാടുന്ന സമയത്ത് നമുക്ക് മറക്കാൻ. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മുടെ ടേബിൾ ഞാൻ റെഡിയാക്കാം. കാരണം നമ്മൾ കുറച്ച് ദിവസത്തിന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് എടുക്കാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇച്ചിരി കാര്യം പാട്ടെ ഇപ്പോൾ വരാം. അപ്പോൾ അനിയൻ ചെറുക്കിനെ നമ്മൾ ഓടിച്ചു ഇച്ചിരി വഴക്ക് പറഞ്ഞാൽ ഓടിക്കും. അങ്ങ് അലമ്പാണ് ഗൈസ്, എന്ത് ചെയ്യാനാ. വഴക്ക് പറഞ്ഞാൽ ഓടിക്കാതെ ഒരു രക്ഷയില്ല. അപ്പോൾ ഇനി നമ്മൾ കട്ടിലയിൽ സാധനങ്ങളെല്ലാം മാറ്റി ഇതെല്ലാം നമ്മൾ അപ്പുറത്ത് കട്ടിലയിലോട്ട്
പില്ലോ കവർ ആൻഡ് ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഈ പില്ലോ കവർ ഇതൊരു സെറ്റാണ്. ബട്ട് ഇത് പില്ലോ കവർ മാത്രം ഒരു 2 എണ്ണമാണ്. ഇത് നമുക്ക് സൈഡിൽ വെക്കുന്നതാണ് അല്ലേ. ഇത് പില്ലോ കവറിന് മുമ്പ് തന്നെ ചിരി ഈ കട്ടയിൽ ഞാൻ തിരിച്ചിട്ടുണ്ട്. അതായത് കുറച്ചുകൂടെ കാരണം ഞാൻ തല ഒറിജിനലി തല വെക്കുന്ന സ്ഥലം അതാണ്. ബട്ട് ഞാൻ കട്ടുന്നത് ഈസിയുടെ നീര് താഴെയാണ്. സോ കഴിഞ്ഞ ദിവസം ഭയങ്കര തുമ്പലായിരുന്നു. എനിക്ക് നമ്മുടെ അലർജി പോലെയാണ്. സോ ഞാൻ ഈ കട്ടിൽ നിന്ന് തിരിച്ച് ആ ഭാഗം ഇവിടെ ഈ ഭാഗം അവിടെ വലിയ രീതിയിൽ ഇട്ടിട്ട് കിടക്കാം. ഓക്കെ, ഞാൻ അലർജി വരുന്നത് നിങ്ങൾ അങ്ങനെ മൊത്തത്തിൽ അലർജി. ഒന്നാമത്തെ ഡെസ്ക് എന്താ പറയുക സമസ്യ ആയതുകൊണ്ട് നല്ല വീലൊക്കെ ആയതുകൊണ്ട് എല്ലാം ഓൺ കിടക്കുന്നത് നല്ല പൊടിയാണ്. അപ്പോൾ അതനുസരിച്ച് ഇത് പിന്നെ ഈ സാധനം മൈക്കാൻ 4 തിരിച്ചിട്ട് ചുമട്ടെ മൈക്ക്. ഓക്കെ, ഞാൻ ചുമ്മാ തയ്പ്പ് ചെയ്യുന്നത്. നമുക്ക് ഒറിജിനൽ മൈക്ക് വരുന്നത് 26-ാം തീയതി സൺഡേ നമുക്ക് ഒറിജിനൽ മൈക്ക് കിട്ടും. ഇത് നമ്മുടെ വീഡിയോ ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയും ചെയ്യാൻ ഞാനിപ്പോൾ സ്റ്റാൻഡിലാണ് വെച്ചേക്കുന്നത്. ഇത് ബ്ലൂടൂത്തിലോട്ട് ഫോണിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നമ്മൾ ഞെക്കുമ്പോൾ ആദ്യം ഞെക്കുമ്പോൾ നമുക്ക് വീഡിയോ ഓൺ ചെയ്യണമെങ്കിൽ ഞെക്കുമ്പോൾ വീഡിയോ. ഓക്കെ, രണ്ടാമത്തേത് നമ്മൾ ഇത് ഒന്നുകൂടെ നിൽക്കണം വീഡിയോ ഓഫ്. അങ്ങനെയാണ് ഞാൻ വീഡിയോ ഇട്ടത്. അതുകൊണ്ടാണ് ഈ സാധനം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവരെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പറയാതെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ പറയുന്നത് കമൻറ്റ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബിൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ കമൻറ്റ് കൂടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാം. തെറ്റിദ്ധരിക്കരുത്, നമുക്ക് തരാം. അപ്പം ഞാൻ ഇത് ചെയ്യുന്ന വീഡിയോ കാണിക്കുന്നില്ല, ഫൈനൽ ലുക്ക് കാണിച്ചു തരാവേ, നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ ഗൈസ് നമ്മൾ റൂം മേക്ക് ഓവർ ചെയ്തു. ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം 5:15. വീഡിയോസ് പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്, അതുകൊണ്ടിടാൻ. ഈ ഡ്രസ്സ് നോക്കണ്ട ഗൈസ്, അത് ഇവിടെ നിന്ന് ഞാനെടുത്ത് അപ്പുറത്തോട്ട് ഇട്ടേ. കണ്ടു ഇതാ, കണ്ടു നമ്മളിത് സെറ്റാക്കി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു മേക്ക് ഓവറിൻ്റെ പരിപാടി. കട്ടിൽ തിരിച്ചിട്ടില്ല, ചെറുതായിട്ട് പ്ലാൻ ഒന്ന് ചീറ്റിപ്പോയി. പിന്നെ ഇവിടെ ചെറിയൊരു മഴ പെയ്തു, കാണിക്കാം. കണ്ടോ, ഇവിടെ ഒരു ചെറിയ മഴ പെയ്തു. ഇപ്പോഴും ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. ഇവിടെ സൂര്യൻ ചേട്ടനെ ഇവിടെ നോക്കുന്ന നല്ല വ്യൂ ആണ്. അപ്പോൾ അത്രയുള്ള പരിപാടി. പിന്നെ നമുക്കൊരു ചെറിയ ഗസ്റ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒന്നും വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് അവിടെ കണ്ടോ 2 മഞ്ഞക്കിളി. അയ്യോ, ഇപ്പോൾ പറന്നു പോയി. അതുകൊണ്ടാക്കുമ്പോഴത്തിരിക്കുന്നു. കണ്ടോ ഗൈസ്, 2 മഞ്ഞക്കിളി. 3 എണ്ണോ? അല്ല ഗൈസ്, 2 എണ്ണം തന്നെ. കാണാവോ നിങ്ങൾക്ക്? എന്ത് ചെയ്ത് എങ്ങോട്ട് പോയി? അത് പോയി. കണ്ടോ, ആ 2 മഞ്ഞക്കിളിയാണ്. കണ്ടോ, അത് പറന്നു പോയി. കൊള്ളാം ഗൈസ്, കൊള്ളാം. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ എന്തുവാ ഈ ചെടിയൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് ഇതൊരു റംബൂട്ടാൻ മരമാണ്. ഓക്കെ, ഇവിടെ നിന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കിളിയുടെ സൗണ്ടാണ് ഫുൾ. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. മൈരപ്പിയാറായില്ല. എനിക്ക് ഈവനിങ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം, നൈറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. ഇന്നലെ ഇടാൻ വൈകി പോയി കഴിച്ചു, കാരണം 4 ഓട്ടാണ് നമുക്ക് വേറും കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേയും കൂടെ നേരിട്ടാം, എന്നിട്ട് ഓട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചാൽ കിട്ടാം. ബട്ട് നോബഡീസ്. ഈ നല്ല വിഷമമുണ്ട് കഴിച്ച്. ഈ വീഡിയോ കാണുന്നവർ ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം ഇടുന്നതിനെങ്കിലും ഒരു പോൾ അറ്റംപ്റ്റ് ചെയ്യൂ ഗൈസ്. ഇതിൻ്റെ അകത്ത് ഒരു 23 പേരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ 23 പേരെങ്കിലും ചെയ്യാൻ നോക്കൂ ഗൈസ്. എളുപ്പമല്ലേ ഗൈസ്, പ്രത്യേകിച്ചൊന്നുമില്ല. യൂട്യൂബ് ചാനലിൽ ചെന്നിട്ട് ഒന്നെങ്കിൽ പോസ്റ്റ് നോക്കാം. പോസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എൻ്റെ പോൾ കാണാം. ആ പോളിന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയ്ക്ക് ശേഷം ആരും പോളിന് കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ പിന്നെ പോൾ വിടത്തില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ വാഗ്ദാനം ചെയ്തൊക്കെ ഞാൻ കുറയ്ക്കും. വീഡിയോ ഇടത്തില്ല എന്നല്ല, ഞാൻ കുറയ്ക്കും. ഓക്കെ, സോ നിങ്ങളത് ശ്രദ്ധിക്കുക ഗൈസ്. ഓക്കെ, ഇനി എന്ത് കാണിക്കാനാ? മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് സ്ഥിതി. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതൊക്കെ വന്നിരിക്കുന്നതാണ്. ഒത്തിരി കിളികളൊക്കെ ഉള്ളതാണ് കേസുകൾ ഉണ്ട്. അതിൻ്റെ മണ്ടയിൽ ഇരിക്കുന്നതാണ്. കാണാവോ? ഉണ്ട്, ഉണ്ടോ? ഇവിടെ രാവിലെയാണ് കൂടുതൽ കിളികളും വരാറ്. ഉണ്ട്, എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതാണ് സബ് കനാൽ. ഓക്കെ, ഇതാണ് സബ് കനാൽ. അപ്പോൾ എനിക്ക് നല്ല സുഖമാണെന്നൊക്കെ വിചാരിക്കും. നല്ല വൈബൊക്കെയാണ് ഗൈസ്. പക്ഷേ എപ്പോഴും നമുക്ക് ചാടാൻ പറ്റില്ല. ഓക്കെ, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. എപ്പോഴും ചാടിയ പനി പിടിക്കത്തില്ല, അതുകൊണ്ട് എപ്പോഴും ഒന്നും ചാടാൻ പറ്റില്ല.
ഇത് ആകാശത്തോടൊരു കിളി പറന്നു പോകുന്നു. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈവനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ നൈറ്റായി. നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്, മുടിയൊക്കെ കെട്ടി വെച്ച്. ഓക്കെ, ഞാൻ നിങ്ങളെ കാര്യം കാണിക്കാം. നമ്മൾ പോപ്സിക്കിൾ തയ്യാറാക്കാൻ വെച്ചിട്ടുണ്ട്. കൂടെ ഇത് ബൂസ്റ്റ് സിപ്പപ്പാണ്, ബൂസ്റ്റ് സിപ്പപ്പ് തണുപ്പായിട്ടില്ല ഗൈസ്. നമ്മൾ ഫ്രീസറിൽ കയറ്റി വെച്ചേക്കാണ്. പിന്നെ എന്നിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയാണ്. ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ചെയ്തു, ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു വഴി അത്രയേ ഉള്ളൂ. ഇനി നൈറ്റ് ഫുഡ് അടിക്കണം, അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ നൈറ്റ് ഫുഡ് ഈ പ്രാവശ്യം ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, കാരണം ഉച്ചയ്ക്ക് വെച്ച സെയിം ഫുഡ് തന്നെയാണ് നൈറ്റും ഉള്ളത്. സോ ഞാനത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരേക്കും ബൈ.